ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഒരു സെഗ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ മാത്രമാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ പാർട്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 30 വീഡിയോസോളം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 30 minutes to 1 hour ആയിരിക്കും മിക്ക വീഡിയോസ് ഉള്ളത്. ടെക്നിക്കൽ അനലൈസ് വഴി പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെക്നിക്കൽ അനലൈസിൻ്റെ ഫ്രം ഇൻട്രഡക്ഷൻ ടു അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹയർ ലെവൽ വഴിയുള്ള വീഡിയോസാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. അപ്പം എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാനായിട്ട് ടൂൾസായിട്ട് ഉപയോഗിക്കുന്നത്? 2 തരത്തിലുള്ള ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ അനലൈസിസ്, പിന്നെ എന്താണ് ടെക്നിക്കൽ അനലൈസിസ്. ഇതിനകത്ത് മാനേജ്മെൻറ്റ് അവരുടെ പെർഫോമൻസിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആണ് ഒരു ഫണ്ടമെൻ്റലി നമ്മളൊരു സ്റ്റോക്ക് സ്ട്രോങ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത പദ്ധതികൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫണ്ടമെൻ്റൽ അനലൈസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫണ്ടമെൻ്റൽ അനലൈസ് ഫോർ ലോങ് ടൈം. ഈ ഒരു പ്രൊഡക്ട്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തേരം ഉണ്ട്, അല്ലെങ്കിൽ വേൾഡിൽ എന്തേരം യൂട്ടിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കമ്പനി ഓക്കെ ആണോ, ഇവരുടെ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എന്നിട്ട് ഈ കമ്പനി എന്താണ് വാല്യൂ, ഇതിൻ്റെ വാല്യൂ മീൻസ് ഓവർ വാല്യൂഡ് ആണോ, നോർമലാണോ, അതോ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ടാണ് ഫണ്ടമെൻ്റൽ അനലൈസ് വഴി ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. പിന്നെ ഏതാണ് ഈ ഫണ്ടമെൻ്റൽ അനലൈസ് എന്താണ് നമ്മളോട് പറയുക? നമ്മളോട് പറയുക ഏത് സ്റ്റോക്ക് വാങ്ങിക്കണോ എന്നാണ് പറയാം. മനസ്സിലായോ? ഏത് സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ. നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനലൈസ്. ടെക്നിക്കൽ അനലൈസ് വഴി എന്താണ് നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ പഴയ ഡേറ്റാസ് ഉള്ള ചാർട്ട് വഴി നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് കുറേ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം മൂവ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കും. പിന്നെ നോക്കുന്ന ഒന്നാണ് വോളിയം. അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് വോളിയം കൂടെ നമ്മൾ ചെക്ക് ചെയ്യും. ഈ വോളിയം എന്തേരം ഉണ്ട്, ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ടോ, അതോ സെല്ലിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ടെക്നിക്കൽ അനലൈസ് വഴിയാണ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ടിപ്പിക്കലി എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ഫണ്ടമെൻ്റൽ അനലൈസ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടിയാണ് കൂടുതലായും ടെക്നിക്കൽ അനലൈസ് യൂസ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനലൈസ് മാത്രമല്ല, അത് ടെക്നിക്കൽ അനലൈസ് വെച്ചും ലോങ് ടൈം പിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല ബ്രേക്സ്, നല്ല ടെക്നിക്കലി കറക്റ്റിൽ ഒരു നല്ല റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഒക്കെ നല്ലൊരു ലെവൽ നിങ്ങൾ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്ത സ്റ്റോക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അനലൈസും അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ എവിടെ എൻ്റർ ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. പക്ഷേ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഷോർട്ട് ടൈം നമ്മൾ ചാർട്ട് ഉപയോഗിക്കും. അതിനകത്ത് മൂവിങ് ആവറേജ് ആഡ് ചെയ്യും. അങ്ങനെ ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കും ബ്രേക്ക് ഔട്ട് ആണോ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങിക്കും. ടെക്നിക്കൽ അനലൈസ് നമ്മളോട് എന്താണ് പറയുന്നത്? എപ്പോഴാണ് മേടിക്കേണ്ടത്, ഇപ്പം മേടിക്കണോ വേണ്ടയോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ടെക്നിക്കൽ അനലൈസ് വഴി നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. സോ ഇതാണ് ഇന്ന് ജസ്റ്റ് ഫോർ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഏകദേശം ഇത് ടെക്നിക്കൽ അനാലിസിന് മാത്രം യൂസ്ഡ് കാര്യങ്ങളല്ല, സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ ബിഗിനിങ് തൊട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ, എന്താണ് കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് IPOs, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിൻ്റെ കുറേ കാര്യങ്ങൾ കവർ ചെയ്തതിന് ശേഷമാണ് ടെക്നിക്കൽ അനലൈസിലേക്കും പോകുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും അത് ഉപകാരപ്പെടും പിന്നീട് ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ. ബൈ, ടേക്ക് കെയർ.